ഒന്നാമത്തെ ദിവസം തുടങ്ങുന്ന അതേ ഇൻട്രസ്റ്റ് 100ാമത്തെ ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഉറപ്പാണ്. ചില ദിവസങ്ങൾ റിസൾട്ട് ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിലെ ഏത് കാര്യം എടുത്തോളൂ അത് ഇങ്ങനെ തന്നെ ആയിരിക്കും. RRB NTPC 2025 ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനും 100-day പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും കീ സിലബസിനെ അനലൈസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. എന്തൊക്കെ ഓരോ ദിവസം പഠിക്കണം, പിന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തുകൂടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു കംപ്ലീറ്റ് ഗൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ RRB NTPC പരീക്ഷ നിങ്ങൾക്കറിയാം, നോട്ടിഫിക്കേഷൻ കറന്റ് ലൈവ് ആണ്. RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിച്ചു, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് പരീക്ഷകൾ, ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഒരേ സിലബസിൽ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ ഒരു സീരിയസ് ആസ്പിരന്റിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണ്, കുറച്ച് നാളുകളായിട്ട് പഠിച്ച് എക്സാമിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം പ്രോ ആണ്, നല്ല രീതിയിൽ എക്സാംസ് എഴുതി ഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ NTPC ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ പല ലെവലിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരുത്തരും എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ RRB NTPCയുടെ എക്സാം പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടയർ 1 100 ചോദ്യം, CBT 1 100 ചോദ്യം, 100 മാർക്ക്, 90 മിനിറ്റ് ആണുള്ളത്. ടയർ 2 വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ചോദ്യം കൂടി ആഡ് ചെയ്യും. 100ന് പകരം 120 ചോദ്യം ഉണ്ട്. അതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 120 ആയിരിക്കും. എക്സാം ഡ്യൂറേഷന് മാറ്റമൊന്നുമില്ല, 90 ചോദ്യങ്ങൾ, 90 മിനിറ്റ് തന്നെ. നെഗറ്റീവ് മാർക്കിങ് 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ പരീക്ഷയിൽ വില്ലൻ എന്താണ്? പലപ്പോഴും പറയുന്നത് NTPC പരീക്ഷയ്ക്ക് ടൈം ഒരു ഇമ്പോർട്ടന്റ് അല്ലല്ലോ, 90 മിനിറ്റ് ഇല്ലേ? കാരണം പലരും അത് SSCയുടെ പരീക്ഷകളെ കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഒന്നാമത് തന്നെ പറഞ്ഞോട്ടെ, RRB NTPC പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചും ടൈം തന്നെയാണ് നിങ്ങൾക്ക് വില്ലൻ ആവാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അറിയാം, 100 ചോദ്യങ്ങൾ നിങ്ങൾ SSCയുടെ പരീക്ഷ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷയാണെങ്കിൽ CGL ഒക്കെ ടയർ 1 എഴുതുമ്പോൾ 100 ചോദ്യങ്ങൾക്ക് 60 മിനിറ്റേ ഉള്ളൂ. NTPCയുടെ പരീക്ഷ വന്നപ്പോൾ അതേ പാറ്റേണിൽ തന്നെ വരുന്ന പരീക്ഷയാണ്. 100 ചോദ്യങ്ങൾ 100 ചോദ്യങ്ങളിന് നിങ്ങൾക്ക് 90 മിനിറ്റ് ഉണ്ട്. അപ്പൊ സമയം കൂടുതലല്ലേ, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. കാരണം നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, അവിടെ 60 മിനിറ്റ് ആയിരുന്നപ്പോൾ മാക്സും റീസണിംഗ് കൂടെ 50 ചോദ്യങ്ങളെ ഉള്ളായിരുന്നു. ഇവിടെ 90 മിനിറ്റ് തന്നു, പക്ഷേ മാക്സും റീസണിംഗ് കൂടെ 60 ചോദ്യങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ട്. മാക്സും റീസണിങ്ങുമാണ് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത്, സമയം കൂടുതൽ കളയുന്നത് മാക്സും റീസണിങ് തന്നെയാണ്. അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൂടുതലാണ്. സോ സമയം വില്ലനായിട്ട് തന്നെ വരും. മാത്രമല്ല CBT 1 മാത്രം ക്ലിയർ ചെയ്ത ആർക്കും ജോലി കിട്ടില്ല. CBT 2 വരുമ്പോൾ അവിടെ 35 70 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മാക്സിലും റീസണിങ്ങിലും ഉള്ളത്. ടൈമിൽ വളരെ കൂടുതൽ ആയിട്ടുള്ള സമയമൊന്നും കിട്ടുന്നില്ല, 90 മിനിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ സമയം തന്നെയാണ് ഈ പരീക്ഷയുടെയും വില്ലൻ. സോ ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റൂ. പെട്ടെന്ന് മാക്സിമം റീസണിങ് ഉൾപ്പെടെയുള്ള സബ്ജക്ട് പെട്ടെന്ന് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി പിടിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. 100% സിലബസ് കവർ ചെയ്യുന്നവരൊന്നും അല്ല ഈ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും RRB NTPC പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലതരത്തിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്ത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർ ചെറിയ സമയം കൊണ്ട് തന്നെ പരീക്ഷ ക്ലിയർ ചെയ്യും. ഇല്ലാത്തവർ ഒരുപക്ഷെ ഒരുപാട് സമയം എടുത്ത് വേണം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് സബ്ജക്ട് വൈസ് കീ ഏരിയാസ് നോക്കാം. നിങ്ങൾക്കറിയാം, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഈ 3 സബ്ജക്ട്സ് ആണ് നമുക്ക് RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടത്. ആ പരീക്ഷയ്ക്കകത്ത് തന്നെ ഓരോന്നിന്റെയും കീ ഏരിയാസ് ആദ്യം മനസ്സിലാക്കാം. അതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്സ് നോക്കിയാൽ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് നമുക്ക് നോക്കിയാൽ നമ്പർ സിസ്റ്റം 4 to 5 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പെർസെന്റേജ് ആൻഡ് റേഷ്യോയിൽ നിന്നും അതുപോലെ തന്നെ 4 to 5 ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന 2 ഏരിയാസ് ആണ് നമ്പർ സിസ്റ്റം, പെർസെന്റേജ് ആൻഡ് റേഷ്യോ. അതിനുശേഷം വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ ഡിസ്കൗണ്ട്, 3 to 4 ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ കാണാറുണ്ട്. ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് 3 to 4 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 to 4 ക്വസ്റ്റ്യൻസ്. മെൻസുറേഷൻ 2D and 3D 3 to 4 ക്വസ്റ്റ്യൻസ്. LCM ആൻഡ് HCF 2 to 3. എലമെന്ററി ആൽജിബ്ര 2 മുതൽ 3 വരെ. ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി 2, 3. അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ കാണാറുണ്ട്. ഇങ്ങനെയാണ് മാത്സിന്റെ ഒരു ഓവറോൾ വെയിറ്റേജ്. ഇതിന്റെ ഒരു PDF നിങ്ങൾക്ക് നമ്മുടെ ദിശ അക്കാഡമി തന്നെ
RRB NTPCയുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ PDF നിങ്ങൾക്ക് അതുവഴി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻസും മറ്റും നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പാണത്. സോ താല്പര്യമുള്ളവർ ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളുക. അപ്പൊ അതില് ഇതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന ഈ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പൊ ഇതിനകത്ത് തന്നെ ഓവറോൾ വെയിറ്റേജ് നോക്കിയാൽ അരിത്തമാറ്റിക് 35 to 45% ഉണ്ട്. ആൽജിബ്ര കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ട്. ആൽജിബ്രയിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് 20 to 25% കാണുന്നുണ്ട്. ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗ്നോമെട്രി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ മാത്സിന്റെ ഒരു ഓവറോൾ വെയിറ്റേജും കാണിച്ചിരിക്കുന്ന ഒരു പേജാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രോപ്പർ അനാലിസിസ് കൊടുത്ത് മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ പഠിക്കും, പക്ഷേ എക്സാമിന് വേണ്ടതാണോ എന്നുള്ളത് നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സോ വെയിറ്റേജ് നോക്കി മനസ്സിലാക്കി ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്യുക, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ സെക്കൻഡറി ടോപ്പിക്കുകളിലേക്ക് വരിക. ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ അതിലേക്കാണ് വരുന്നത്. അപ്പൊ മാത്സിന്റെ കാര്യം ടോപ്പിക്കുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, RRB NTPCയുടെ പുതിയ ലൈവ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. November 1 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് കോഴ്സ് ആണ്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് തീർച്ചയായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസിൽ അല്ല പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ഈ സ്റ്റഡി പ്ലാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ല, നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, ഒരുവിധം ബിഗിനർ അല്ല, ഒരുവിധം ബേസിക്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി കോഴ്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ സ്റ്റഡി പ്ലാനിലേക്ക് വരാം. ഇത് മാത്രമല്ല, NTPCയുടെ റെക്കോർഡഡ് കോഴ്സ് വേണ്ടവർക്ക് അത്തരത്തിലൊരു കോഴ്സും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ആ കോഴ്സുകളെ പറ്റി വിളിച്ച് ചോദിച്ച് അറിഞ്ഞുകൊള്ളുക. ഓക്കെ, ഇനി അടുത്ത സബ്ജക്ട് ഞാൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് പറയുന്നത്. രണ്ടാമത്തെ സബ്ജക്ട് വൈസ് നമ്മൾ മാത്സിന്റെ കാര്യം പറഞ്ഞു. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് നോക്കുകയാണെങ്കിൽ ഹൈ വെയിറ്റേജ് ടോപ്പിക് നോക്കിയാൽ കോഡിംഗ്, ഡീകോഡിംഗ്, സില്ലോജിസം, പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ബ്ലഡ് റിലേഷൻ. ഇതിന്റെയൊക്കെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 to 5 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ബ്ലഡ് റിലേഷൻ. പിന്നീട് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് കൊടുക്കുന്ന മറ്റു ടോപ്പിക്കുകളാണ് അനലോഗി ക്ലാസിഫിക്കേഷൻ, നമ്പർ ആൻഡ് ആൽഫബറ്റ് സീരീസ്, ഡയറക്ഷൻ സെൻസ്, വെൻ ഡയഗ്രാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ അസംഷനിൽ നിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ടോപ്പിക്കുകൾ കാണുമ്പോൾ തന്നെ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എളുപ്പമുള്ള ടോപ്പിക് ആണെന്ന് പലപ്പോഴും തോന്നുമെങ്കിലും ഇതിൽ നിങ്ങളുടെ സമയം കളയാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാം. അത് പ്രോപ്പർലി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയപ്പെട്ടാൽ മാത്രമേ മിനിമം ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. സോ റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അത് ടഫായിട്ടല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് നിങ്ങളുടെ സമയം കളയുന്നത് മൂലമാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. സോ അത് ഓവർകം ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. പിന്നീട് ജനറൽ അവയർനെസ് 40 ചോദ്യം, ടയർ 1 40 ചോദ്യവും, ടയർ 2 വരുമ്പോൾ 50 ചോദ്യം വരും. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് സയൻസ് ഉൾപ്പെടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ ലാസ്റ്റ് 2024 NTPC പരീക്ഷയ്ക്ക് നോക്കിയാൽ മനസ്സിലാവും. കറണ്ട് അഫയേഴ്സ് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 10 ചോദ്യം, 10+ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിക്കുന്നുണ്ട്. സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സും, അതായത് സ്റ്റാറ്റിക്കിന്റെ ഏരിയയിൽ കറണ്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 ചോദ്യങ്ങൾ, 12 to 15 ചോദ്യങ്ങൾ വരെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. വളരെ ക്രൂഷ്യൽ ഏരിയ ആണ് ജനറൽ അവയർനെസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച്. പലരും ദിവസവും പേപ്പർ വായിക്കുന്ന ശീലമൊന്നും ഉള്ള ആൾക്കാരല്ല. അവസാനത്തെ കമ്പൈലേഷൻസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ജനറൽ സയൻസ് 8 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നത് കാണുന്നുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും സയൻസിൽ നിന്ന് മിനിമം ചോദിക്കും. പിന്നെ അത് വലിയ ടഫർ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല, പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ തിയറി ആയിരിക്കും, നല്ല തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സയൻസിൽ നിന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് 8 to 10 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം, മാക്സിമം ആണ് പറഞ്ഞത്. പിന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 6 ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേറ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ജോഗ്രഫിയിൽ നിന്ന് 4 to 5 ക്വസ്റ്റ്യൻസ്, പൊളിറ്റി 3 to 4 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ളതാണ് സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നത്. ഇന്ത്യൻ എക്കണോമി 3 to 4, സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് 3 to 4, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 to 4, അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചർ 3 to 4, 2 to 3 ക്വസ്റ്റ്യൻസ്, ഫേമസ് പേഴ്സണാലിറ്റീസ്. ഇതൊക്കെയാണ് നമുക്ക് ജനറൽ അവയർനെസ് പാർട്ടിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കരുതാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു ഏറ്റവും കീ ഏരിയ കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ സയൻസിനും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. സയൻസിന് വെയിറ്റേജ് ഉണ്ടെന്ന് വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചു കാണുന്നത്. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും ഒരു 2 അല്ലെങ്കിൽ 3 ചോദ്യം മാക്സിമം, ഇത്രയും മാത്രമേ വരാറുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചത് നോക്കിയാൽ ഒരുവിധം എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷെ കറണ്ട് അഫയേഴ്സ് ആണ് ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അത് ടാക്കിൾ ചെയ്യാൻ ഒരു വഴി നിങ്ങൾ ഈ വർഷത്തെ സ്റ്റഡി പ്രിപ്പറേഷനകത്ത് കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ഇനി ഓവറോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഫ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് കുറച്ചായവരായിക്കോട്ടെ, നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ
പ്ലാൻസ്, നിങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കണം. അതും നടക്കുന്ന തരത്തിലൊരു പ്ലാൻ മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ വലിയ സ്റ്റഡി പ്ലാനുകളൊക്കെ ഉണ്ടാക്കി ഒന്നും ഫോളോ ചെയ്യാതിരിക്കരുത്. അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി പ്ലാൻസ് തന്നെ ഉണ്ടാക്കുക. നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. മിനിമം ഒരു 7 to 8 hours എങ്കിലും നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള സാധ്യത പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ വലിയ കോമ്പറ്റീഷനാണ് നേരിടുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ പഠിച്ചാൽ മതി എന്ന് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഒരു ഗൈഡൻസ് അല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്ര മണിക്കൂർ മാക്സിമം പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. പക്ഷെ ഒരു 7 to 8 hours എങ്കിലും ഏറ്റവും യൂട്ടിലൈസ് ചെയ്ത്, ഏറ്റവും സേഫ് ആയിട്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. അത്രയും പ്ലാൻ ചെയ്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യേണ്ട. നിങ്ങൾ കുറച്ച് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് 8 മണിക്കൂർ എന്നുള്ളത് വീണ്ടും വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനിഷ്യലി ആദ്യത്തെ ദിവസം മുതൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നില്ല. ഇനിഷ്യലി നിങ്ങളൊരു 4 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇടുക. 4 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും. രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, ഇങ്ങനെ ബിഗിൻ ചെയ്യുക. വിത്ത് ടൈം നിങ്ങൾ പഠിക്കാൻ വേണ്ട സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ തന്നെ ഞാനിവിടെ 8 മണിക്കൂറിനെ പറഞ്ഞതിനെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റുകളിലൂടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ബേസിക് സബ്ജക്റ്റിലൂടെ കടന്നു പോയില്ലെങ്കിൽ നമ്മുടെ സ്പീഡിനെ ഇത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിവിടെ 7 to 8 hours ആണ് വെക്കുന്നതെങ്കിൽ ഒരു 2.5 മുതൽ 3 മണിക്കൂർ വരെ മാത്സ്, 2 മുതൽ 2.5 മണിക്കൂർ റീസണിങ്, ജനറൽ അവയർനെസ് ഒരു 2 മുതൽ 2.5 വരെ, റിവിഷൻ 1 മണിക്കൂർ. ഇത്തരത്തിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയാൽ ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം, പ്രത്യേകിച്ചും മാത്സും റീസണിങ്ങും ഈ 2 സബ്ജക്റ്റും എല്ലാ ദിവസവും കണ്ടാലേ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യും. ഇല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം GK പഠിച്ചു, 2 ദിവസം മാത്സ് പഠിച്ചു, 2 ദിവസം റീസണിങ്, ഇങ്ങനെ മാറ്റരുത്. ഇങ്ങനെ മാറ്റിയാൽ നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന്, നമ്മളൊരു കാര്യം മാത്സും റീസണിങ്ങും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്താണ് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നത്. സോ എല്ലാ ദിവസവും ഈ സബ്ജക്റ്റിലൂടെ കടന്നു പോകാം. മാത്രമല്ല ഈ പറയുന്ന ജനറൽ അവയർനെസ് ആണെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്ത് നമ്മളത് കണ്ടില്ല, കേട്ടില്ല എങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഒരുപക്ഷെ ഇരിക്കില്ല. എക്സാം സമയത്ത് നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയും കീ പ്രിൻസിപ്പിൾസ് എന്താണ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട പ്രിൻസിപ്പിൾസ്? ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് നമ്മൾ 100 day സ്റ്റഡി പ്ലാൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ് സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ ഫസ്റ്റ്. ആദ്യം തന്നെ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ എക്സാമിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യം വരുന്നത്, എന്താണ് പഠിക്കേണ്ടാത്തത്, എന്താണ് പഠിക്കേണ്ടത്, ലാസ്റ്റ് വർഷങ്ങളിലെ അനാലിസിസ് എന്താണ്, ഇങ്ങനെ കൃത്യമായി സിലബസ് മനസ്സിലാക്കുക, എക്സാം പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ച 4 മണിക്കൂറേ എനിക്ക് പഠിക്കാൻ പറ്റൂ, 4 മണിക്കൂർ മതി. അതിനുശേഷം നിങ്ങൾ ഇത്ര ഹവേഴ്സിലേക്ക് കൂട്ടും. ഇങ്ങനെ ഒരു ബേസിക് പ്ലാൻ വെച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എന്ത് ഓർഗനൈസ്ഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറെ നാളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത്, സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് ബിഫോർ മൂവിങ് ടു അഡ്വാൻസ് ടോപ്പിക്സ്. ആദ്യം ബേസിക്സ് കറക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ പഠിക്കുന്നവർ ബേസിക് ടോപ്പിക്സ് ആയിട്ടുള്ള റേഷ്യോ, പെർസെൻറ്റേജ് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ബേസിക്സ് ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കിയിട്ട് അഡ്വാൻസ്ഡ് ടോപ്പിക്കിലേക്ക് പോകും. ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ടോപ്പിക്കിൽ നിന്ന് ഇത്ര വെയിറ്റേജ് ഉണ്ട്, ആ ടോപ്പിക്കിലേക്ക് ആദ്യം പോകാം. അങ്ങനെ ചെയ്യാതെ ബേസിക്സ് മുതൽ തന്നെ നിങ്ങൾ ആദ്യത്തെ ലെവലിൽ ബേസിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ടോപ്പിക്. ഞാൻ നേരത്തെ ഹൈ വെയിറ്റേജ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചു. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു. അതുപോലെ പ്രാക്ടീസ് ഡെയിലി വിത്ത് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും GKയിൽ നിന്നും നിങ്ങൾ കണ്ടിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. എന്തിനാണെന്ന് പറഞ്ഞു. ടേക്ക് റെഗുലർ മോക്ക് ടെസ്റ്റ് ആൻഡ് അനലൈസ് പെർഫോമൻസ്. മോക്ക് ടെസ്റ്റുകൾ എഴുതേണ്ടത് എപ്പോഴാണ്, എത്ര ഫ്രീക്വൻസിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതെല്ലാം ഈ സ്റ്റഡി പ്ലാനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് എഴുതുന്നത് മാത്രമല്ല അതിന്റെ അനാലിസിസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ പറയുന്നുണ്ട്. പിന്നീട് മെയിൻറ്റെയിൻ ബാലൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ആക്യുറസി. നമ്മൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, ആ സ്പീഡ് മാക്സിമം കൂട്ടാൻ ഉള്ള പ്രാക്ടീസിന്റെ ഇടയിൽ തെറ്റ് പറ്റാറുണ്ട്, കുറെ മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന് ആക്യുറസിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്പീഡ് വേണം ഓഫ് കോഴ്സ്, പക്ഷെ ആക്യുറസി ഇല്ലാതെ നിങ്ങൾക്ക് എത്ര സ്പീഡ് ഉണ്ടായിട്ടും കാര്യമില്ല. സോ ആക്യുറസിക്ക് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. റെഗുലർ റിവിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് കൺസെപ്റ്റ്. റിവിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും റിവിഷൻ ഇല്ലാതെ ഒരു കാരണവശാലും സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് കറണ്ട് അഫയേഴ്സ് ഡെയിലി.
കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പൊ മുതലെങ്കിലും നിങ്ങൾ ആ പേപ്പർ ജസ്റ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് പേപ്പർ വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പേപ്പർ ജസ്റ്റ് വായിക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റീഡിംഗ് ശീലം ഇല്ലെങ്കിൽ പോലും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് എത്രത്തോളമാണ്. നമ്മൾ ലാസ്റ്റിൽ വന്ന് കമ്പൈലേഷൻസ് പഠിക്കാമെന്ന് പറഞ്ഞാൽ പോലും അത് പഠിച്ചാൽ നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇപ്പം മുതലേ പേപ്പർ വായിക്കുന്ന ഒരു ശീലം കൂടി ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ വായിച്ച കണ്ടന്റ് നിങ്ങളൊരു കമ്പൈലേഷൻ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദ്യങ്ങളായിട്ടും കൂടെ കേൾക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മെമ്മറിയിൽ ഉറപ്പിക്കുന്നത്. സോ പേപ്പർ റീഡിങ് ശീലമില്ലാത്തവര് അത്തരത്തിലൊരു ശീലം ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ വായിച്ചാൽ അത് ബെറ്റർ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, അവോയ്ഡ് ലേണിംഗ് ന്യൂ ടോപ്പിക്സ് ഇൻ ദ ലാസ്റ്റ് വീക്ക് ബിഫോർ എക്സാം. അവസാനത്തെ നിമിഷം വരെ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അവസാന സമയം റിവൈസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, എന്നിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു തരത്തിലേക്ക് ആവണം. സോ അവസാനത്തെ സമയം പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നത് നിങ്ങളെ ടെൻഷൻ ഉണ്ടാക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഈ കീ പ്രിൻസിപ്പിൾസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. അതിനെ ബേസ് ചെയ്തൊരു പ്ലാൻ നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി അതിനെയൊക്കെ ബേസ് ചെയ്ത് കീ ടോപ്പിക്കുകൾ, കീ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാം. പക്ഷേ എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഒന്നാമത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു തുടങ്ങും. ഈ ഒരു കൺസിസ്റ്റൻസി ഓരോ ദിവസം കഴിയുമ്പോഴും കുറഞ്ഞു വരും. കൺസിസ്റ്റൻസി ഇല്ലാതെ വരും, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതെ വരും. ഒന്നാമത്തെ ദിവസം തുടങ്ങുന്ന അതേ ഇൻട്രസ്റ്റ് 100ാമത്തെ ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഉറപ്പാണ്. 100% അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാം. പക്ഷെ അതെല്ലാവരെ കൊണ്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ജോലി കിട്ടാത്തത്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ് ആണ്. ഇതെല്ലാവർക്കും അറിയാഞ്ഞിട്ടും അല്ല, എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ ഈ ഒരു സക്സസിൽ എത്തണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ പല എഫേർട്സും പലപ്പോഴും എടുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ 2 ദിവസം നിങ്ങൾ ചിലപ്പം ഒരു വിത്ത് കുഴിച്ചിട്ടിട്ട് അത് ആദ്യത്തെ ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പം അതിന് റിസൾട്ട് ഒന്നും കണ്ടില്ല. 2ാമത്തെ ദിവസം നിങ്ങൾ വെള്ളം ഒഴിക്കുന്നു, ചിലപ്പോൾ ഒന്നും കാണുന്നില്ല. 5 ദിവസമായി, 10 ദിവസമായി. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു 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 തരി ഗ്രോത്ത് പോലും നിങ്ങൾ കാണാത്തത് കൊണ്ട് ചില ആൾക്കാരെങ്കിലും നിർത്തിയിട്ട് പോകും, ഈ പരിപാടി നിർത്തിയിട്ട് പോകും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു 15ാമത്തെയോ 20ാമത്തെയോ ദിവസമായിരിക്കും അതിനകത്തുനിന്ന് ഒരു മുള വരുന്നത്. ആ മുളയായിരിക്കും പിന്നീട് വളർന്നൊരു ചെടിയായിട്ട് മാറുന്നത്. സോ നിങ്ങളുടെ സക്സസും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും. ചില ദിവസങ്ങൾ റിസൾട്ട് ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് സക്സസ്. നിങ്ങളുടെ സക്സസും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും. ചില ദിവസങ്ങൾ റിസൾട്ട് ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. കൺസിസ്റ്റന്റ് ആയിട്ട് ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എഫേർട്ട് വളരെയധികം ആവശ്യമാണ്. സോ ഈ ഒരു 100 ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്റ്റഡി പ്ലാനിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ 4 ഫേസുകളായിട്ടാണ് ഈ സ്റ്റഡി പ്ലാനിനെ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡിംഗ്, ഫേസ് 2 ഇന്റൻസീവ് പ്രാക്ടീസ്, ഫേസ് 3 കോംപ്രഹെൻസീവ് റിവിഷൻ, ഫേസ് 4 ഫൈനൽ വീക്ക് റിവിഷൻ. ഇതിനെ നമ്മൾ ഡേയ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 4 ദിവസം ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ഇതൊരു ബിഗിനറെ സംബന്ധിച്ച്, ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ബേസിക് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് പഠിക്കേണ്ട ഒരു സമയമാണ്. ബിഗിനർ ഇനിയും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പുതിയ ടോപ്പിക്കുകളെല്ലാം പഠിച്ചെടുക്കേണ്ട സമയമാണ്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു വർഷം പഠിച്ച് പ്രിപ്പയർ ചെയ്താണ് ഈ ടോപ്പിക്സ് ഒക്കെ, അല്ലെങ്കിൽ കുറെയൊക്കെ ധാരണയുള്ള ആൾക്കാരാണെങ്കിൽ അവര് ഇതുവരെ ലാസ്റ്റ് ഇയർ പഠിച്ച അതേ ടോപ്പിക്കുകളിലൂടെ വീണ്ടും കടന്നുപോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിച്ച ഫോർമുലാസ്, ഷോർട്ട് കട്ടുകൾ, ഇതെല്ലാം ചെയ്ത് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യേണ്ട സമയമാണ് ഫേസ് 1. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രാക്ടീസ് ആണ്. നമ്മളത് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. എങ്ങനെയാണ് എന്ന് നമ്മുടെ പ്ലാനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇന്റൻസീവ് പ്രാക്ടീസ് ആണ്. അത് 41 മുതൽ 75 ദിവസം വരെ. തേർഡ് ഫേസ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് റിവിഷൻ. അത് 76 മുതൽ 90 ദിവസം വരെയാണ്, 90 ഡേയ്സ് വരെയാണ് കോംപ്രഹെൻസീവ് റിവിഷൻ പോകുന്നത്. ഫേസ് 4 ഫൈനൽ വീക്ക് പ്രിപ്പറേഷൻ, അവസാനത്തെ ആഴ്ച വളരെ ക്രൂഷ്യൽ ആണ്. നമ്മൾ എക്സാം എഴുതുന്നതിന്റെ ലാസ്റ്റ് വീക്ക്, അവസാന നിമിഷം വരെ
അവസാനം തലേ ദിവസം വരെ കണ്ടന്റ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച്, RRBയുടെ പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, മാത്സും റീസണിങ്ങും നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ, പരീക്ഷ എഴുതാൻ ഇരിക്കുന്ന സമയത്തുള്ള നമ്മുടെ മെന്റാലിറ്റി വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാത്സ് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ, ടെൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മാത്സ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എത്ര പഠിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും. സോ റിലാക്സ്ഡ് ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ അവസാനത്തെ ഫൈനൽ വീക്ക് പ്രിപ്പറേഷനിൽ കൊണ്ടുവരേണ്ടത്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഹോളിൽ ചെന്ന്, പല ആൾക്കാരും ഉണ്ട് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാക്സിമം സ്കോർ കിട്ടും, പക്ഷെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ടെൻഷനായി നിങ്ങളുടെ സ്കോറിനെ കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ 100 ഡേ സ്റ്റഡി പ്ലാനിന്റെ ബേസിക് ആയിട്ടുള്ള ഫേസസ് പറഞ്ഞു. ഇനി ഓരോ ഫേസസും എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് ഫേസ് 1 ഞാൻ പറഞ്ഞു, ഫൗണ്ടേഷൻ ബിൽഡിംഗ്, ഫോക്കസ്, കൺസെപ്റ്റ് ബിൽഡിംഗ് ആൻഡ് തിയറി കവറേജ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഫേസിൽ നമ്മൾ കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്സ് അറിയാത്ത ആൾക്കാർ, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ കണ്ടന്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വഴി ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഏകദേശം 2000-ഓളം വീഡിയോസ് റെയിൽവേ പരീക്ഷകളുടെ തന്നെ കണ്ടന്റ്സാണ്. ഏകദേശം കണ്ടന്റുകളൊക്കെ തന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല കണ്ടന്റ്, ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്, ക്ലാസ് വീഡിയോസ്, മാത്സിന്റെ, റീസണിങ്ങിന്റെ, ജനറൽ അവയർനെസിന്റെ, ആ കണ്ടന്റുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബിൽഡപ്പ് ചെയ്യാം. ഇനി ഒരുപക്ഷെ യൂട്യൂബിൽ പലയിടത്തായിട്ട് കിടക്കുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ റെക്കോർഡഡ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. വളരെ ചുരുങ്ങിയ ഫീസേ റെക്കോർഡഡ് കോഴ്സിനുള്ളൂ. ആ കോഴ്സ് വാങ്ങിയാലും നിങ്ങൾക്ക് കണ്ടന്റ് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുള്ള കണ്ടന്റ്സ് അതിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞു, നവംബർ 1 പുതിയ ഓൺലൈൻ ലൈവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കോഴ്സിൽ എൻറോൾ ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാം. ഈ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള പ്രിപ്പറേഷൻ ഒരു കാരണവശാലും നന്നായിട്ട് വരില്ല, സക്സസ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് തെറ്റായ സോഴ്സുകളിൽ പോയി പഠിക്കരുത്. ഞാൻ പറയുന്നു, ഫ്രീ ആയിട്ട് ഉൾപ്പെടെ പഠിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് വിളിച്ച് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഇനിയും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നവംബർ 3-5 തീയതി പുതിയ ബാച്ച് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ വഴിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ എങ്ങനെയായാലും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീക്ക് 1 to 2, അതായത് ആദ്യത്തെ 2 ആഴ്ച 14 ദിവസം, ഫസ്റ്റ് 2 വീക്സിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സ്, നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, LCM, HCF, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽസ്, ഇത്രയും ടോപ്പിക്കുകൾ ഫസ്റ്റ് 2 വീക്സിൽ നിങ്ങൾ കവർ ചെയ്യണം. റീസണിങ്, അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഇത്രയാണ് വെച്ചേക്കുന്നത്. ജനറൽ ഹിസ്റ്ററിയിൽ, ജനറൽ അവയർനെസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഏൻഷ്യന്റ് മീഡിയവൽ പീരീഡും, ജനറൽ സയൻസിൽ ഫിസിക്സിന്റെ ബേസിക്സും കവർ ചെയ്യണം. ഇത്തരത്തിലൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആദ്യത്തെ 2 വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ടോപ്പിക്കുകൾ തന്നെ വെച്ചോളുക. ഈ ടോപ്പിക്, ഈ ഒരു പ്രസന്റേഷന്റെ PDF നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ RRB NTPC സ്റ്റഡി ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ചെയ്തോളുക. അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റി, സ്റ്റഡി തിയറി ഫോർ ഈച്ച് ടോപ്പിക്സ്. ഇതിന്റെ തിയറി, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാത്സ് പഠിക്കുമ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ സോൾവ് 20 to 25 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പെർ ടോപ്പിക്. ഒരു 20-25 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി മേക്ക് നോട്ട്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ഫോർമുലാസ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, ഷോർട്ട് കട്ടുകൾ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ളത് ഒക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി പലതരത്തിൽ, ഇനിയും നിങ്ങൾ തന്നെ പലർക്കും സംശയമുണ്ട്, എങ്ങനെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എവിടുന്ന് കിട്ടും? പല ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് ശേഷം അവസാനം പറയുന്നുണ്ട് എങ്ങനെ 25 ചോദ്യം എവിടുന്ന് കിട്ടും, എവിടുന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുന്നത്, അതെല്ലാം അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റി. ഓരോ ദിവസവും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടോപ്പിക്ക് കവർ ചെയ്യുകയും ചെയ്യാൻ വേണം. അപ്പൊ ഫസ്റ്റ് 2 വീക്സ് ടോപ്പിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു, ആദ്യത്തെ 2 ആഴ്ച. അതിനുശേഷം വീക്ക് 3 to 4 മാത്സിന്റെ ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർസെന്റേജ്, റേഷ്യോ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റീസണിങ്ങിന്റെ ടോപ്പിക് ഉണ്ട്, ജനറൽ അവയർനെസിന്റെ ടോപ്പിക് തന്നിട്ടുണ്ട്. ഇനിയും ഡെയിലി ആക്ടിവിറ്റി വീണ്ടും നേരത്തെ പറഞ്ഞ തന്നെയാണ്. ആ ഫോർമുലാസ് എല്ലാം സെപ്പറേറ്റ്ലി നോട്ട് ചെയ്യുക. ഡെയിലി 25 to 30 ക്വസ്റ്റ്യൻസ് വെക്കുക. കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആക്കി പോവുക. ഡേ 5 to 6 ടോപ്പിക്സ് ഇവിടെ പറയുന്നുണ്ട്. വ്യത്യാസങ്ങളൊന്നുമില്ല. 5 to 6 കഴിയുമ്പോഴത്തേന് 6 വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡേ 40 നിങ്ങൾ എത്തിക്കാണും. ഡേ 40 കഴിയുമ്പോഴത്തേന് നമ്മളുടെ phase 1 മൈൽ സ്റ്റോൺ
കംപ്ലീറ്റ് സിലബസ് കവറേജ്, അതുപോലെ അണ്ടർസ്റ്റാൻഡ് ആൾ ബേസിക് കൺസെപ്റ്റ്സ്, ക്രിയേറ്റ് കോംപ്രഹെൻസീവ് നോട്ട്. അപ്പൊ ഇങ്ങനെ 40 ഡേയ്സ് 40 ദിവസം കൊണ്ട് നമ്മൾ ബേസിക് ടോപ്പിക്കുകളിലൂടെ എല്ലാം കടന്നു പോകണം. ഇതാണ് ഇനിഷ്യൽ ഫേസ്, ഫസ്റ്റ് ഫേസ്. ബേസിക്സ് പഠിക്കുന്ന സമയമാണ്. ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് കവർ ചെയ്യേണ്ട ടൈമാണ്. നമ്മുടെ ഫേസ് 1 നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഫേസ് 2 ഇന്റൻസീവ് പ്രാക്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ഡേ 41 മുതൽ 75 വരെയുള്ള സമയം. ആദ്യത്തെ 2 വീക്ക് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു, എന്താണ് ടോപ്പിക് എന്നറിയാം. പക്ഷേ അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്യണം, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. അതിനുള്ള സമയമാണ് 41 മുതൽ 75 ദിവസം വരെ. ഇത് ടോപ്പിക് മാസ്റ്ററി ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനുള്ള സമയമാണ്. അതിൽ വീക്ക് 7 to 8 ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. ആ സമയത്ത് മാത്സ്, മെൻസുറേഷൻ 2D and 3D, എലമെന്ററി ആൽജിബ്ര, ജോമെട്രി ബേസിക്സ്, റീസണിങ്ങിന്റെ പസിൽ സോൾവിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്. ജനറൽ അവയർനെസിന്റെ ടോപ്പിക്ക് തന്നിട്ടുണ്ട്. ഡെയിലി ആക്ടിവിറ്റി സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ്, ടേക്ക് സെക്ഷണൽ ടെസ്റ്റ്, ഐഡന്റിഫൈ വീക്ക് ഏരിയസ്. ഇപ്പോൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ, പലർക്കും സംശയമുണ്ട്, ഏത് ടെക്സ്റ്റ് ഫോളോ ചെയ്ത് എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടും, അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് എങ്ങനെ എടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ഈ ഫേസസ് മൊത്തം പരിചയപ്പെടുത്തിയതിനു ശേഷം പറയുന്നതായിരിക്കും. അപ്പോൾ 7 മുതൽ 8 വീക്ക് നമ്മൾ 8 വീക്ക് കംപ്ലീറ്റ് ചെയ്തു, 54 ദിവസം വരെ. 9 to 10 ടോപ്പിക്സ്, മാത്സിന്റെ ടോപ്പിക് ഇവിടെ തന്നിട്ടുണ്ട്. ട്രിഗ്നോമെട്രി, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ക്രിട്ടിക്കൽ റീസണിങ്, കോസ് ആൻഡ് എഫക്ട്, ഡേറ്റ ആൻഡ് സഫിഷ്യൻസി, അതുപോലെ ജനറൽ അവയർനെസ് ടോപ്പിക് തന്നിട്ടുണ്ട്. ഇനി പ്രാക്ടീസ് മിക്സഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ടോപ്പിക്സ്. എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള മിക്സഡ് ക്വസ്റ്റ്യൻസ് എടുക്കണം. നിങ്ങളുടെ ടോപ്പിക് മാസ്റ്ററി ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്ത എന്താ, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്സഡ് ആയിട്ട് എടുത്തത് ഫസ്റ്റ് ഫേസിൽ. സെക്കൻഡ് ഫേസ്, ഈ ഒരു ഫേസ് വരുമ്പോഴത്തേന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് മിക്സഡ് ക്വസ്റ്റ്യൻ ഫ്രം ആൾ ടോപ്പിക്സ് ആണ് എടുക്കേണ്ടത്. അല്ലാതെ ടോപ്പിക് വൈസ് ഇനി എടുക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ ഫേസിൽ മിക്സഡ് ആയിട്ട് ക്വസ്റ്റ്യൻ, എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. പരീക്ഷയ്ക്ക് നമുക്ക് അങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ മിക്സഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് റാൻഡം ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇംപ്രൂവ് ആക്യുറസി റേറ്റ്. ഇവിടെ നിങ്ങളുടെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യേണ്ട സമയമാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യേണ്ട സമയമാണ്. ടേക്ക് 2 സെക്ഷണൽ ടെസ്റ്റ് പെർ വീക്ക്. ഒരാഴ്ച 2 സെക്ഷണൽ ടെസ്റ്റ് എടുക്കുക. സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ദിശ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ മോക്ക് ടെസ്റ്റുകൾ, സെക്ഷൻ ടെസ്റ്റുകൾ എല്ലാം അവൈലബിൾ ഉണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് റിലേ ചെയ്യാം. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റുന്ന, കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ എക്സാം എഴുതാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെയോ അല്ലെങ്കിൽ ദിശ ഓൺലൈനോ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തും നിങ്ങൾക്ക് സെക്ഷണൽ ടെസ്റ്റും അതുപോലെ തന്നെ മിക്സഡ് ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഡേ 69 to 75 നമ്മുടെ മിക്സഡ് പ്രാക്ടീസ് ആൻഡ് വീക്ക് ഏരിയ ഇംപ്രൂവ്മെന്റ് ആണ്. ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ 69 മുതൽ 75 വരെയുള്ള സമയത്ത് പോകേണ്ടത്. ഒന്ന്, ഐഡന്റിഫൈ യുവർ വീക്ക് ടോപ്പിക്സ് ഫ്രം പ്രീവിയസ് ടെസ്റ്റ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെ സെൽഫ് കറക്ഷൻ ചെയ്യുന്ന സമയം. അതായത് ഇതിന് മുമ്പത്തെ ഫേസിൽ നിങ്ങൾ മിക്സഡ് ക്വസ്റ്റ്യൻ ചെയ്തപ്പം നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കി കാണും, ചില ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, ചിലർക്ക് മിക്സ്ചർ ആൻഡ് ഡെലിഗേഷൻ ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അത് എത്ര ചെയ്തിട്ടും അതിൽ നിന്നുള്ള മാർക്ക് മാത്രം കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർ വീക്ക് ഏരിയാസ് നോട്ട് ചെയ്തു പോവുക. മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും GK നിന്നും വീക്കർ ഏരിയാസ് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ ആ വീക്കർ ഏരിയ കവർ ചെയ്യാനായിട്ട് ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ സെപ്പറേറ്റ് സ്പെൻഡ് ചെയ്ത് നോക്കുക. എന്നാലേ നമുക്ക് അതിന്റെ ആ ടോപ്പിക്കിന്റെ മാർക്കും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു മിനിമം മാർക്ക് എത്തിയിട്ട് എത്ര ചെയ്താലും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യില്ല. അത് ചെയ്യാൻ ഇത്തരത്തിൽ നിങ്ങളെ സെൽഫ് അവാലുവേറ്റ് ചെയ്താൽ ഹെൽപ്പ് ചെയ്യും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ചെറിയ കാര്യമാണ്, നിസ്സാരമാണ്, എനിക്കിത് അറിയാം എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ മാത്രമായിരിക്കും സക്സസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. അതുപോലെ സോൾവ് 50+ മിക്സഡ് ക്വസ്റ്റ്യൻ ഡെയിലി ഫ്രം ഓൾ സബ്ജക്ട്സ്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങളുടെ വീക്കർ ഏരിയ കണ്ടുപിടിക്കുക, അതിന് വർക്ക് ചെയ്യുക, അതുപോലെ മിക്സഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നീട് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് ഈ സമയത്ത് ചെയ്യുക. ഈ സമയത്ത് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ 69 മുതൽ 75 ഡേ ഈ ഒരു സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ സമയത്തെങ്കിലും നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും ചെയ്യുക. അത് അനലൈസ് ചെയ്യുക പ്രോപ്പർലി. അത് അനലൈസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹെൽപ്പ് ചെയ്യും. ഏത് ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 69ാമത്തെ ഡേ മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയാലേ 100ാമത്തെ ദിവസം എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്ത ഏരിയ കണ്ടുപിടിച്ച് ആ ഏരിയ വർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ. സോ നിങ്ങൾ ഡേ 69 മുതൽ തന്നെ ഫുൾ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. അത് അനലൈസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് എഴുതി അതിന്റെ മാർക്ക് എഴുതി വെച്ചിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 60 മാർക്കാണ് കിട്ടിയെങ്കിൽ 40 മാർക്ക് എവിടെ പോയി എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം. ആ ചോദ്യത്തിനുള്ള ഉത്തരം സെപ്പറേറ്റ് ഒരു ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോകണം. മാത്രമല്ല, നിങ്ങൾക്ക് സമയം കളഞ്ഞ ചോദ്യമുണ്ടെങ്കിൽ
1 മിനിറ്റോ 2 മിനിറ്റോ എടുത്താൽ ഞാൻ ഈ പ്രോബ്ലം ചെയ്തത്. അതുകൊണ്ട് സമയം കളഞ്ഞ ചോദ്യം ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. മിനിമം ടൈമിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ ചോദ്യത്തെ കൊണ്ടുവരിക. അങ്ങനെ ഒരു അനാലിസിസ് ആണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇനി phase 2 മൈൽ സ്റ്റോൺ, നമ്മുടെ രണ്ടാമത്തെ ഫേസും കഴിഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഓൾ ടോപ്പിക് വൈസ് പ്രാക്ടീസ്, നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ബേസിക് ടോപ്പിക്കുകൾ കവർ ചെയ്തു, അഡ്വാൻസ് ലെവൽ പ്രാക്ടീസുകൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. അറ്റംപ്റ്റ് 50+ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ടേക്ക് മിനിമം 10 സെക്ഷണൽ ടെസ്റ്റ്. ഈ ടൈമിൽ തന്നെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് മൈൽ സ്റ്റോൺ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ഫേസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി തേർഡ് ഫേസ്, നമ്മുടെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് റിവിഷൻ. ഡേ 76 to 90, 76 മുതൽ 90 ദിവസം വരെ ഇവിടുത്തെ ഫോക്കസ് ഫുൾ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് മാരത്തോൺ ആണ്. ഇനിയുള്ള 76 മുതൽ 90 ദിവസം വരെ ചില ആൾക്കാർ ഈ തേർഡ് ഫേസ് എത്തേണ്ട സമയത്തും പുതിയ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പക്ഷേ എക്സാമിന് റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ വരണമെങ്കിൽ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും പരീക്ഷ എഴുതി ഒരു വട്ടം എഴുതിയവരാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ സ്ട്രാറ്റജി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് പരീക്ഷ എഴുതുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഡെയിലി ഷെഡ്യൂൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു 3 മണിക്കൂർ വെച്ച് ഒരു 4 സെക്ഷൻ ആയിട്ട് മാറ്റുക. ആ സെക്ഷനുകളിൽ ആദ്യത്തെ സെക്ഷനിൽ സബ്ജക്ട് വൈസ് റിവിഷൻ, നിങ്ങൾ ആദ്യം മുതൽ പഠിച്ച റിവിഷൻ ആദ്യത്തെ രാവിലത്തെ സമയത്ത് ചെയ്യാൻ നോക്കുക. ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾ മിക്സഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സെക്ഷൻ ആക്കി മാറ്റുക. ഈവനിങ് ടൈമിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. ഈവനിങ് ടൈമിൽ മോക്ക് ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരെണ്ണം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടെങ്കിലും മോക്ക് ടെസ്റ്റ് എടുക്കുക. ഈവനിങ്ങിൽ മോക്ക് ടെസ്റ്റ്, രാത്രിയിൽ മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ്, ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാനും നിങ്ങൾ രാത്രി സമയത്ത്. ഇങ്ങനെ 4 പാർട്ടായിട്ട് നിങ്ങളുടെ ഡേ ഇനി അങ്ങോട്ട് തേർഡ് ഫേസ് എത്തുമ്പോൾ ഡിവൈഡ് ചെയ്യുക. രാവിലെ സബ്ജക്ട് വൈസ് പണ്ട് മുതൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെറുതെ കാണുന്നു, ടോപ്പിക്കുകൾ പഠിക്കുന്നില്ല, പുതിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുന്നു. അതിനൊരു 2 മുതൽ 3 മണിക്കൂർ വരെ മാത്സിന്റെ കാണണം, റീസണിങ് കാണണം, GK കാണണം. വൈകുന്നേരം എത്തുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക. ആ മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ് രാത്രി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു തരത്തിൽ തേർഡ് ഫേസ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന്റെ ഷെഡ്യൂൾ ഞാൻ പറയട്ടെ. മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കണം. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫേസിൽ എത്തുന്നവർ ഒരു ദിവസം ഇടവിട്ടെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് പോകണം നിർബന്ധമായും. ഡേ 76 ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മസ്റ്റ് ആയിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. അത് വെറുതെ എഴുതിയാൽ മാത്രം പോരാ, പ്രോപ്പർലി അനലൈസ് ചെയ്യണം, മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അത് എഴുതാൻ സെപ്പറേറ്റ് ബുക്ക് തന്നെ കീപ്പ് ചെയ്യണം. മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ് ചെയ്യാൻ സെപ്പറേറ്റ് ബുക്ക്, ട്രാക്കർ ബുക്ക്, മോക്ക് ടെസ്റ്റ് ട്രാക്കർ ബുക്ക് കീപ്പ് ചെയ്തോളുക. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പറയും, ഇതൊക്കെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടുത്തെ കീ ആക്ടിവിറ്റീസ്: കംപ്ലീറ്റ് റിവിഷൻ ഓഫ് ഓൾ 3 സബ്ജക്ട്സ്, ഫോക്കസ് ഹെവിലി ഓൺ high weightage topics, solve 100+ mixed MCQ, review all notes and formula, practice time management strategies, revise current affairs of the last 1 year daily. കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാൻ ഈ സമയത്തെങ്കിലും ട്രൈ ചെയ്യണം. കറണ്ട് അഫയേഴ്സ് റിവിഷൻ, ലാസ്റ്റ് 1 ഇയർ കമ്പൈലേഷൻ എങ്കിലും കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ 76 മുതൽ 90 വരെയുള്ള ഈ ഒരു സമയത്ത് ഇതിനകത്ത് 100+ MCQ എന്നൊക്കെ പറയുമ്പോൾ ഇത് മിനിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൽ എത്രമാത്രം കൂടുതൽ ചെയ്യാം എന്നുള്ളത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർ ഒരു ദിവസം തന്നെ 250 MCQs കാണും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്ത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 2 മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ മിനിമം ഒരെണ്ണമെങ്കിലും ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ phase 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമ്മുടെ phase 4 എന്ന് പറയുന്നത് ഫൈനൽ വീക്ക് പ്രിപ്പറേഷൻ, എക്സാമിന് മുമ്പുള്ള അവസാനത്തെ സമയമാണ്. അത് ലൈറ്റ് റിവിഷൻ ആൻഡ് എക്സാം റെഡിനെസ്സിനാണ് യൂസ് ചെയ്യേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ ചില ആൾക്കാർ അവസാന നിമിഷം വരെ പുതിയ ടോപ്പിക്കുകൾ പഠിച്ച് അവസാനം തീർന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷനായി. ഈ ടെൻഷൻ നിങ്ങളുടെ എക്സാമിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുക. അതാണ് അവസാന നിമിഷം ഈ ടെൻഷനുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളൂ, അവര് പരീക്ഷ ചെന്ന് കുളമാക്കും. അപ്പൊ ടെൻഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നത്. 2 ആഴ്ച മുമ്പ് അറ്റ്ലീസ്റ്റ് നമ്മൾ 91 to 100 ഡേയ്സ് ഈ ഒരു സമയത്തെങ്കിലും
നമ്മൾ ഈ തരത്തിൽ നമ്മുടെ ഫൈനൽ ലൈറ്റ് റിവിഷൻ ആൻഡ് എക്സാം റെഡിനെസ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് റിവിഷൻ നോട്ട്സ് മാത്രം നോക്കുക. പുതിയ ടോപ്പിക്കുകളിലേക്കൊന്നും പോകരുത്. പഠിച്ചതിന്റെ റിവിഷൻ നോട്ട്സ് തന്നെ നോക്കുക. റിവ്യൂ ഫോർമുല ഷീറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം മുതൽ ഫോർമുല ഷീറ്റ്സ്, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ, എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ്, ഇങ്ങനെയുള്ള റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാത്തത് റിവൈസ് ചെയ്ത് വായിച്ചു പോവുക. ടേക്ക് 1 മോക്ക് ടെസ്റ്റ് എവരി ഡേ. ഈ സമയത്ത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എടുക്കുക. എല്ലാ ദിവസവും പല സമയത്തായിട്ട് എടുക്കുക. ചിലർ രാവിലെ പ്രാക്ടീസ് ചെയ്യുക, ചിലർക്ക് ഉച്ചയ്ക്ക് ഒരു ദിവസം മോക്ക് ടെസ്റ്റ് എടുക്കുക, ഒരു ദിവസം വൈകുന്നേരം എടുക്കുക. പല ഷിഫ്റ്റുകളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ കിട്ടുന്നത്. അപ്പൊ ആ സമയങ്ങളെല്ലാം ഏത് ഷിഫ്റ്റിൽ വരുമെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ ആ സമയത്തൊക്കെ എക്സാം എഴുതുക. രാവിലത്തെ ഷിഫ്റ്റിന്റെ സമയത്ത് എക്സാം എഴുതുക, ഉച്ചക്കത്തെ ഷിഫ്റ്റിന്റെ സമയത്ത് എഴുതുക, വൈകിട്ടത്തെ ഷിഫ്റ്റിന്റെ സമയത്ത് എഴുതുക. അങ്ങനെ ഡിഫറെന്റ് ടൈമിങ്ങിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. എക്സാം എഴുതുന്ന അതേ അവയർനെസ്സിൽ തന്നെ. അതുപോലെ ഫോക്കസ് ഓൺ കറണ്ട് അഫയേഴ്സ് റിവിഷൻ. ഞാൻ പറഞ്ഞു, കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൂസ്റ്റ് കോൺഫിഡൻസ് വിത്ത് ഈസിയർ ക്വസ്റ്റ്യൻസ്. അതുപോലെ മറ്റൊരു കാര്യം ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, അവസാനത്തെ സമയമാകുമ്പോൾ ടഫ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി ടെൻഷനായി നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരുപാട് ടഫർ ആയിട്ടുള്ള സാധനങ്ങൾ അവസാനം കണ്ടുപിടിച്ച് പോകുന്ന അപ്രോച്ച് ഒഴിവാക്കുക. പലപ്പോഴും ഒരുവിധം ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലർ വിചാരിക്കും അതെന്താ കോൺഫിഡൻസ് ആണോ? തീർച്ചയായിട്ടും ആണ്. കോൺഫിഡൻസ് നിങ്ങളുടെ എക്സാമിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള പഠനം മാത്രം ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു സമയത്ത് നിങ്ങൾ നടത്തുക. അല്ലാതെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ ഏറ്റവും ടഫായിട്ടുള്ള 2 പരീക്ഷ എഴുതി ഉള്ള കോൺഫിഡൻസ് പോയി പരീക്ഷ എഴുതി കുളമായി എന്ന രീതിയിലാവരുത്. പിന്നെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ എഴുതിയ മോക്ക് ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്ക് അവസാന സമയത്തുമ്പോൾ. അതായത് നിങ്ങൾ ഡേ 1ന്റെ സമയത്തൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ആ മോക്ക് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സ്കോർ കാണുന്നത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് 70 മേടിച്ചുകൊണ്ടിരുന്ന ആള് റിപ്പീറ്റ് ചെയ്ത് എഴുതിയ മോക്ക് വീണ്ടും എഴുതുമ്പോൾ നിങ്ങളുടെ സ്കോർ കൂടും. അങ്ങനെയുള്ള 1-2 മോക്കുകൾ നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ സ്കോർ മുകളിലേക്ക് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അവസാനത്തെ ഈ ഒരു ലാപ്പിലാണ്. ഇനിയും എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യേണ്ടാത്തതും ചെയ്തതെന്നും. ഡൂസ് ആദ്യം പറയാം. സ്റ്റേ കാം ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് മിനിറ്റിൽ ടെൻഷൻ ആവുന്നവരാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓവറായിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോഴാണ് നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവുന്നത്. സോ ഓവർ സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മെയിൻറ്റെയിൻ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പോസിറ്റീവായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് കരുതി തന്നെ, നിങ്ങൾക്ക് ഈ എക്സാം കിട്ടുമെന്ന് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോവുക. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആവേണ്ടത്. നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതി തന്നെ അവസാനത്തെ ഫേസിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. അല്ലാതെ കിട്ടുമോ എന്നൊരു സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് ആരും പ്രിപ്പയർ ചെയ്യരുത്, നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. 2 റിവൈസ് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് നേരത്തെ പറഞ്ഞു. പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. റിവ്യൂ മിസ്റ്റേക്സ് ഫ്രം ഓൾ മോക്ക് ടെസ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റുകളിൽ നിന്നുള്ള എല്ലാ മിസ്റ്റേക്സും റിവ്യൂ ചെയ്യുക. ഗെറ്റ് ആഡിക്വേറ്റ് സ്ലീപ്പ്, ഉറക്കം കിട്ടുക. 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ട് കിടന്നുറങ്ങുക. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് കിടന്നു, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അങ്ങനൊന്നും ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് ഉറക്കം കൊടുക്കണം. നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കേണ്ടതാണ്, നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. സോ 7 to 8 hours, 7 മുതൽ 8 മണിക്കൂർ വരെ കിടന്നുറങ്ങുക. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എക്സസൈസ്, ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ഡെയിലി ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലത്. ബോഡിയെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന വിധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കുക. എക്സാമിനുകൾ അടുപ്പിച്ചുള്ള സമയത്ത് നമ്മുടെ ഹോൾ ടിക്കറ്റുകളും മറ്റു ഡീറ്റെയിൽസും എല്ലാം സെയിം എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുക. ഡോൺസ് ഇൻ ദ ലാസ്റ്റ് വീക്ക്, ഡോണ്ട് സ്റ്റാർട്ട് എനി ന്യൂ ടോപ്പിക്സ്. നേരത്തെ പറഞ്ഞു, പുതിയ ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യരുത്. ഡോണ്ട് ഓവർ സ്റ്റഡി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡോണ്ട് സ്കിപ്പ് മീൽസ് ഓർ സ്ലീപ്പോ മീൽസോ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഡോണ്ട് പാനിക് ഇഫ് യു ഡോണ്ട് നോ സംതിങ്. പാനിക് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ടെൻഷൻ ആവരുത്, അതറിയില്ല ഇതറിയില്ല. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ ആൻഡ് തോട്ട്സ്. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരെ മാറ്റി നിർത്തുക. പ്രത്യേകിച്ചും അവസാന നിമിഷം നിങ്ങളുടെ ലൈഫിൽ തന്നെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ബെറ്റർ. നിങ്ങൾ തന്നെ കാണും, നമ്മുടെ വീഡിയോയുടെ ഒക്കെ താഴെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ 99% ആൾക്കാരും വളരെ പോസിറ്റീവായിട്ട് കണ്ട് അതിന് വർക്ക് ചെയ്യും. അപ്പോഴും അത് കിട്ടില്ല, ഇല്ല, പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരെ അവിടെയും കാണും. നമ്മുടെ വീഡിയോയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്തോളാം. കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്തുനിന്നേ മാറ്റി വെച്ചോളാം. നെഗറ്റീവ് പീപ്പിൾസിനെ നിങ്ങളുടെ അടുത്ത് വേണ്ട. നെഗറ്റീവ് തോട്ട്സ്, ചിന്തകൾ നിങ്ങളുടെ അടുത്ത് വേണ്ട. ഡോണ്ട് ടേക്ക് ടു മെനി മോക്ക് ടെസ്റ്റ്. ഒരുപാട് മോക്ക് ടെസ്റ്റ് എടുക്കരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡെയിലി 1 വെച്ച് എടുക്കുക. ഒരു ദിവസം 5 മോക്ക് ടെസ്റ്റ് എടുത്തു.
അങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ നിൽക്കരുത് അവസാനം. ഒരു ദിവസം 5 മോക്ക് ടെസ്റ്റ് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നേരത്തെ മുതലേ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് ഇത്ര നമ്പേഴ്സ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ആൾക്കാരും. ഓക്കെ, അപ്പൊ നമ്മൾ 4 ഫേസുകൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. അപ്പൊ എക്സാം സ്ട്രാറ്റജീസ്, ഇനിയും മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എക്സാമിനോട് അടുത്ത് കഴിഞ്ഞു, എക്സാമിന്റെ പ്രിപ്പറേഷന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ എക്സാം ഹാളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല. നമ്മൾ ഇന്ന് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തു. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞു, എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി 2 കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും പല ആൾക്കാരും എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടും, എങ്ങനെ ഞാൻ സെക്ഷണൽ ടെസ്റ്റ് കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്നവരോട് 2 കാര്യങ്ങൾ. ബുക്കുകളെ പറ്റി ഞാൻ റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ബുക്കുകളെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരു വീഡിയോ ഏതൊക്കെ ബുക്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്സ്. ഇനി ഒരു കാര്യമാണ്, ആ ബുക്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടും. ഇനി മറ്റ് ബുക്ക് റെക്കമെൻഡേഷൻ ആൻഡ് മെറ്റീരിയൽസ്, ഒന്ന് ദിശ അക്കാഡമി തന്നെ റെയിൽവേ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് SSC റെയിൽവേ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സ്, റീസണിങ്, GK ബുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ബിഗിനർക്ക് നല്ല ബുക്കാണ്. ബിഗിൻ ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സിന് ഏറ്റവും ബെസ്റ്റ് ബുക്ക് ആണെന്ന് തന്നെ പറയാം. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്ക് അല്ല. സോ അങ്ങനെയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നീട് രണ്ടാമത്തത് ദിശ അക്കാഡമിയുടെ PDF സെറ്റ് ഫോർ കണ്ടന്റ്. നമ്മൾ PDF സെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ റെക്കോർഡഡ് കോഴ്സിലും ലൈവ് കോഴ്സിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാനുള്ള, ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ കണ്ടന്റ് എവിടുന്ന് എന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ PDF സെറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ദിശ അക്കാഡമിയുടെ അറ്റ്ലീസ്റ്റ് റെക്കോർഡഡ് കോഴ്സോ ലൈവ് കോഴ്സോ ഏതിൽ ജോയിൻ ചെയ്താലും PDF സെറ്റുകൾ കിട്ടും കണ്ടന്റിന് വേണ്ടി. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒരു ഓപ്ഷനാണ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ പിന്നെ നേരത്തെ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റുകൾ പർച്ചേസ് ചെയ്യാം. ഇനി അല്ല, ദിശ അക്കാഡമിയുടെ ബുക്ക് വേണ്ടെന്നുള്ളവർ മാക്സിമം റീസണിങ്ങിനും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നവർ ഒന്ന് YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം, YCT പബ്ലിക്കേഷൻസിന്റെ. അല്ലെങ്കിൽ പിനാക്കിളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാം. 2 ബുക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ, ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. ബട്ട് ബെറ്റർ ഈ 2 ബുക്കുകൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനോ എടുക്കാനോ നോക്കുക. അതുപോലെ ജനറൽ അവയർനെസ് നോക്കുന്നവരാണെങ്കിൽ YCT, ലൂസെന്റ് 2 പബ്ലിക്കേഷൻസ് നോക്കിയാലും ബെറ്റർ ആയിരിക്കും. വേറെ ഒരുപാട് ബുക്കുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മന്ത്ലി കറണ്ട് അഫയർ മാഗസിൻസ് അല്ലെങ്കിൽ കമ്പൈലേഷൻ PDFകൾ കിട്ടി, അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദിശയുടെ ടെലഗ്രാം ചാനൽസിൽ നമ്മൾ കമ്പൈലേഷൻസും ഡെയിലി കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുന്നവർ മാക്സിമം വായിക്കുക. ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓൺലൈൻ റിസോഴ്സസ്, ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന. ദിശ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസുകൾക്കും നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആപ്പ് നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനുള്ള 2 ഓപ്ഷൻസ് ആണ്. ദിശ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവിടെ നിന്നായാലും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, പ്രത്യേകിച്ചും മലയാളത്തിൽ നിങ്ങൾക്ക് വേറെ കണ്ടന്റുകൾക്ക് വേറെ എങ്ങും പോകണ്ട. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ തന്നെ ഫോളോ ചെയ്യുക. അത്രയും കണ്ടന്റ് കിട്ടുന്ന വേറെ ഒരു വീഡിയോ ചാനൽസും യൂട്യൂബ് ചാനൽസും ഇല്ല. അത്രയും നമ്പർ ഓഫ് കണ്ടന്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ SSC ആൻഡ് റെയിൽവേ എക്സാംസിനുള്ള വേറൊരു ചാനലില്ല. അപ്പം ദിശ അക്കാഡമിയുടെ ചാനൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ടെലഗ്രാം ഗ്രൂപ്പ്സ്, നിങ്ങൾക്ക് ഡിസ്കഷന്, ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ദിശ അക്കാഡമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം. അതിനുള്ള പല വഴികൾ ഞാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ദിശ അക്കാഡമിയുടെ RRB NTPC സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. പിന്നെ ആവശ്യമുള്ള ചില PDFകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് പഠിച്ച് ഒരു ഗ്രൂപ്പ് എനർജിയിൽ വർക്ക് ചെയ്ത് എക്സാം റിസൾട്ട് ചെയ്യാൻ ഒരുപക്ഷെ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് വലിയ കണ്ടന്റുകളാണ് ഡിസ്കസ് ചെയ്തത്. RRB NTPC എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് ഗൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ റിലേറ്റീവ്സിന്, മറ്റ് ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.